നാട്ടിലെ ഏറ്റവും വലിയ ബാഡ്മിന്റൺ പ്ലെയറാണ് നമ്മുടെ കണ്ണൻ. അവന്റെ കളി കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാ ബാഡ്മിന്റൺ ഗെയിംസിലും അവനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി മുൻകൈയുമായി അവന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും എപ്പോഴും കൂടെ ഉണ്ടാകും. അങ്ങനെ സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂളിലേക്ക് അവന് +1 അഡ്മിഷൻ കിട്ടുന്നു. അന്ന് രാത്രി പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു ആംബുലൻസ് അതിന്റെ അകത്ത് പെട്ടുപോയി. എന്നാലും അത് പതുക്കെ മൂവ് ആവുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിലോട്ട് വേറൊരു മണ്ടൻ കാറ് കൊണ്ടിട്ട് ബ്ലോക്ക് ആക്കി. കണ്ണനും നാട്ടുകാരും അടക്കം എല്ലാവരും അയാളോട് ചൂടായി. അങ്ങനെ അയാൾ അവരെ അടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പോലീസുകാർ റോട്ടിൽ കിടന്ന് ഷോ കാണിക്കുന്നോടാ എന്നും പറഞ്ഞ് ഒരു അടിയും കൊടുത്ത് അയാളെ വണ്ടിക്കകത്ത് കെട്ടി നാട്ടുകാരെ കൊണ്ട് തള്ളി പുറകെ കൊണ്ട് ഇരിപ്പിച്ചു. അത് കഴിഞ്ഞ് സ്കൂളിലെ ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ആവാനുള്ള സമയമായി. ഗ്രൗണ്ടിൽ ബാഡ്മിന്റൺ കോർട്ട് കെട്ടുന്നത് നോക്കി അനുവും കണ്ണനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. രാത്രി വൈകിട്ടൊക്കെ അവൻ കഠിനമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ നേരത്തും പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട കണ്ണന്റെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞുവെങ്കിലും അവനത് നിർത്താൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അതിന്റെ ഫലം വൈകാതെ തന്നെ അവന് കിട്ടി. സ്കൂളിൽ നിന്ന് ജില്ലാ മത്സരങ്ങൾ കളിക്കാൻ സെലക്ഷൻ കിട്ടിയ 2 പേരിൽ ഒരാൾ കണ്ണനായിരുന്നു. അച്ഛനും കൂട്ടുകാരും അവന്റെ അച്ചീവ്മെന്റിൽ നല്ല ഹാപ്പി ആയിരുന്നു. ജില്ലാ മത്സരങ്ങൾ കാണാൻ അവരും ആ സ്റ്റേഡിയത്തിൽ സ്ഥലം പിടിച്ചു. പക്ഷേ അവരുടെ ഹാപ്പിനെസ് അധിക നേരം നീണ്ടു നിന്നില്ല. അന്ന് അയാളെ തള്ളി പുറകെ കൊണ്ടിട്ടപ്പോൾ അവൻ അറിയില്ലായിരുന്നു അയാൾ ബാഡ്മിന്റൺ ഡിസ്ട്രിക്ട് മാച്ചസ് കൺട്രോൾ ചെയ്യുന്ന റഫറി ആയിരുന്നു എന്ന്. അയാളെ കണ്ടപ്പോൾ തന്നെ കണ്ണന്റെ പാതി ജീവനങ്ങ് പോയി. അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുഴുവനും മത്സരത്തിൽ താൻ തോക്കുമെന്ന് കളി തുടങ്ങും മുമ്പേ കണ്ണന് മനസ്സിലായി. കാരണം അന്ന് അവൻ ചൂടായതിനുള്ള പ്രതികാരം ഇയാൾ വീട്ടുമെന്ന് അവന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഒപ്പോണന്റ് അടിച്ച ഫസ്റ്റ് ഷോട്ട് തന്നെ ലൈനിന്റെ വെളിയിൽ പോയിട്ടും അയാൾ ഒപ്പോണന്റിനാണ് മാർക്ക് കൊടുത്തത്. അത് ചോദിക്കാൻ ചെന്ന കണ്ണന് യെല്ലോ കാർഡും കൊടുത്തു. ഗാലറിയിൽ ഇരിക്കുന്ന അവന്റെ ഫ്രണ്ട്സ് ഇയാളത് എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ശബ്ദമുണ്ടാക്കിയെങ്കിലും ഫലമൊന്നും കണ്ടില്ല. റഫറിയുടെ തീരുമാനം അന്തിമമാണ്. അങ്ങനെ മത്സരത്തിൽ തോറ്റി വിഷമിച്ചിരിക്കുന്ന കണ്ണന്റെ മുമ്പിൽ അനു ഒരു കോച്ചിങ് ക്ലാസിന്റെ കാര്യം പറയുന്നു. അവിടുന്ന് സെലക്ഷൻ കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് അണ്ടർ-19 കളിക്കാമെന്ന് പറഞ്ഞ് അനു അവന്റെ വിഷമം മാറ്റിയെടുത്തു. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ബാഡ്മിന്റൺ പ്ലെയറായ സന്ധ്യയാണ് അവിടുത്തെ പിള്ളേർക്കായി കോച്ചിങ് കൊടുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവരുടെ സന്തോഷം ഇരട്ടിയായി. ഒപ്പോണന്റുമാരൊക്കെ ശക്തരായിട്ടും അവരേക്ക് തന്റെ കഠിനാധ്വാനം കൊണ്ടും ടാലന്റ് കൊണ്ടും തോൽപ്പിച്ച് ഫൈനലിൽ ജയിച്ച ഒരാളാണ് സന്ധ്യ, ഇന്ത്യയുടെ അഭിമാനം. പുള്ളിക്കാരിയുടെ എക്സ്പീരിയൻസും പരിചയ സമ്പത്തും കൊണ്ടും വെറും ആവറേജ് ആയിരുന്ന അവിടുത്തെ പിള്ളേരൊക്കെ പരിശ്രമിച്ച് സന്ധ്യ ഉയർത്തിക്കൊണ്ട് വന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ ഷോട്ട് കളിക്കാൻ ഡൈവ് ചെയ്ത അനുവിന്റെ കൈ ഫ്രാക്ചറായി. അതുകൊണ്ട് കുറച്ച് മാസത്തേക്ക് അവർക്ക് ബെഡ് റെസ്റ്റ് ആണ്. ആ ദിവസങ്ങളിൽ കോച്ചിങ് ക്ലാസ് ഒന്നും കണ്ണന് വലിയ ഇൻട്രസ്റ്റ് ആയി തോന്നിയിരുന്നില്ല. പക്ഷേ അണ്ടർ-19 സെലക്ഷൻ ലിസ്റ്റിൽ കണ്ണന്റെ ടാലന്റ് കണ്ട് 4 പേരിൽ ഒരാളായി അവനെയും കോച്ച് ഉൾപ്പെടുത്തി. ആ 4 പേരെ തമ്മിൽ മത്സരിപ്പിച്ച് അതിൽ കണ്ണനും നിത്യയും വിജയിച്ചു. ഇവരായിരിക്കും അടുത്ത അണ്ടർ-19 ഗെയിംസിൽ കളിക്കുക. എന്നാൽ നല്ലോണം കളിച്ചതുകൊണ്ട് മാത്രം ജയിക്കില്ല. കുറച്ച് പൈസയ്ക്ക് റെഫറിമാർക്ക് കൊടുത്ത് വശീകരിച്ച ജയം ഉറപ്പാണെന്ന് ഒരാൾ പറയുന്നത് കേട്ട് അച്ഛൻ പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൈസയിൽ കുറച്ച് പൈസ മോഷ്ടിച്ച് അവൻ അയാൾക്ക് കൊടുത്തു. അതിന്റെ പേരിൽ അച്ഛനും അവനും തമ്മിൽ വഴക്കായി. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന അച്ഛനെയാണ് അവനിപ്പോൾ വെറുപ്പിച്ചത്. അതിന്റെ ദേശത്തിൽ ഇരിക്കുമ്പോഴാണ് നീ കാണിച്ചത് തെറ്റ് എന്ന് പറയാമെന്ന അനുവിനെ അവൻ അടിച്ചത്. കുന്നോളം സപ്പോർട്ട് കൊടുത്ത ആരും ഇപ്പോൾ അവന്റെ കൂടെയില്ല. പതിയെ അവൻ ടള്ളാവാൻ തുടങ്ങി. ഗെയിംസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഫോക്കസ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു. കളിക്കിടെ ബാലൻസ് തെറ്റി താഴെ വീണപ്പോൾ ഗാലറിയിൽ അവൻ ചെയ്തതൊക്കെ പുറത്ത് അവന് വേണ്ടി കൈയടിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കണ്ണന്റെ പ്രിയപ്പെട്ടവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. തോറ്റ് കിടന്ന അവൻ പെട്ടെന്ന് എന്തോ ശക്തി കിട്ടിയതുപോലെ ചാടിയണീറ്റ് അടിച്ച് വിജയിച്ച് സംവിധായകൻ സിദ്ദീഖിന്റെ കയ്യിൽ നിന്ന് ട്രോഫി മേടിച്ചു.